അപ്പോൾ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്ക് താൽക്കാലിക വിരാമം, പരസ്യ ചർച്ചകൾ പാടില്ല എന്ന് KPC നേതൃത്വത്തിന് നിർദ്ദേശം വന്നതോടെ പ്രധാന നേതാക്കൾ ആരും പ്രതികരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യതയുള്ള നേതാക്കളെ പിന്തുണയ്ക്കുന്നവർ സൈബർ ഇടങ്ങളിലും ഇപ്പോഴും പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി ചർച്ച സജീവമായതിനിടെ രമേശ് ചെന്നിത്തല ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ശ്രീത് വിവരങ്ങൾ ശ്രീത്ത്, അങ്ങനെ പരസ്യ ചർച്ചകൾക്ക് വിലക്ക് എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നാലും അകത്തെ ചർച്ചകൾ അവസാനിക്കുമോ? ഹാഷ്മി, പരസ്യ ചർച്ചകൾക്ക് വിലക്കുണ്ടെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ചുള്ള നേതാക്കളുടെ കരുനീക്കങ്ങൾക്ക് ശമനമുണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ UDFന് കേവല ഭൂരിപക്ഷം കിട്ടും, അധികാരത്തിലേക്ക് എത്തും എന്ന് UDF നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്ന നേതാക്കൾ എല്ലാവരും തന്നെ അവരുടേതായ രീതിയിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ പരസ്യ ചർച്ചകൾ നടത്തിയല്ല ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത്. പാർട്ടിക്ക് കെട്ടുറപ്പുള്ളൊരു നേതൃത്വമുണ്ട്, ആ നേതൃത്വമായിരിക്കും തീരുമാനമെടുക്കുക എന്ന പ്രഖ്യാപനം ഹൈക്കമാൻഡും KPC അധ്യക്ഷൻ സണ്ണി ജോസഫും ഇന്നലെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പരസ്യ ചർച്ചകൾക്കുള്ള ഒരു വിലക്കാണ് വന്നിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു താൽക്കാലികമായ പരസ്യ വെടിനിർത്തലിന് കാരണമെന്ന് നമ്മൾ കരുതുന്നത്. എന്നാൽ സൈബർ ഇടങ്ങളിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന നേതാക്കന്മാരുടെ അണികളെല്ലാവരും തന്നെ അവർ പിന്തുണയ്ക്കുന്ന നേതാക്കളെ അനുകൂലിച്ചുള്ള പ്രതികരണങ്ങളും മറ്റും ഇപ്പോഴും സൈബർ ഇടങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നിയന്ത്രിക്കുക പ്രയാസമായിരിക്കും. കാരണം CPIMനെ പോലെയും മറ്റുമല്ല കോൺഗ്രസിലെ സൈബർ സംവിധാനം. കോൺഗ്രസിൽ ഒരു ഏകീകൃത രൂപം ഇക്കാര്യത്തിലില്ല. ഒരു വൺ കമാൻഡിൽ കാര്യങ്ങൾ നടക്കുന്ന സംവിധാനമല്ല കോൺഗ്രസിലുള്ളത്. അതുകൊണ്ട് തന്നെ പല നേതാക്കൾക്കും സ്വന്തം നിലയ്ക്കാണ് സൈബർ ഗ്രൂപ്പുകളും മറ്റും ഉള്ളത്. അവരെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സൈബർ ഇടങ്ങളിലെ പോര് നിയന്ത്രിക്കാൻ നേതൃത്വത്തിനും കഴിയാത്തൊരു നിസ്സഹായാവസ്ഥ കോൺഗ്രസിലുണ്ട് എന്ന കാര്യം ഒരു വസ്തുതയാണ്. എന്തായാലും ഇന്ന് ഈ മുഖ്യമന്ത്രി ചർച്ച കൊഴുക്കുന്നതിനിടെ പ്രവർത്തക സമിതി അംഗവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള നേതാവാണ് രമേശ് ചെന്നിത്തല. മഹാരാഷ്ട്രയിലെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരുടെ പ്രത്യേക യോഗം ഇന്ന് AICCയിൽ വിളിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് രമേശ് ചെന്നിത്തല എത്തുന്നത്. എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ച പരിധി വിട്ട് പുറത്തു പോയ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തന്റെ നിലപാട് ഹൈക്കമാൻഡ് നേതൃത്വത്തെ ചെന്നിത്തല അറിയിച്ചേക്കുമെന്നാണ് സൂചന. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖർഗെയുമായും ഒപ്പം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുമായും ചെന്നിത്തല ഇക്കാര്യത്തിൽ സംസാരിച്ചേക്കുമെന്ന സൂചനയാണ് ചെന്നിത്തലയുടെ അടുത്ത വൃത്തങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസിൽ സജീവമായിരിക്കുകയാണ്. അതിന് പക്ഷേ താൽക്കാലിക വിരാമം എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ശ്രീജിത്ത് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.